ഗോത്തൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് ഇത് വോൾവോൻ്റെ സ്ഥലമാണല്ലോ എന്ന്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ വോൾവോ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. വോൾവോ മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഓഫ് വോൾവോ എന്നാണ് അവർ പറയുന്നത്. വോൾവോയുടെ ലോകം അവിടെ ഒരു പുതിയ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എൻ്റെ ബാഗ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ലോക്കറിൽ വെച്ചു. 1 മണിക്കൂറിന് 500 രൂപ കൊടുക്കണം ആ ലോക്കർ ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ഒരു ട്രാമിൽ യാത്ര ചെയ്താൽ നമുക്ക് വോൾവോ മ്യൂസിയത്തിൽ എത്താൻ പറ്റും. ഇത് വലിയ സ്ഥലമാട്ടോ ഇത് ഗോത്തൻബർഗ് എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം മലയാളികൾ ഉണ്ട്. എനിക്ക് 1-2 ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വലിയ സ്ഥലം ഇത്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, അതൊരു ഹോട്ടലാണ്. ക്ലാരിയൻ ഹോട്ടൽ പോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഹോസ്റ്റൽ. ആളുകളൊക്കെ സൈക്കിളിൽ പോകുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പഴയ ലുക്കുള്ളൊരു ട്രാം. ഇത് കണ്ടോ, ഇത് ട്രാമിൻ്റെ ഒരു സ്റ്റേഷൻ അല്ല, ഒരു പ്ലാറ്റ്ഫോം. ഇത് 2ാമത്തെ പ്ലാറ്റ്ഫോം, അത് 3ാമത്തെ പ്ലാറ്റ്ഫോം. പിന്നെ മൊത്തത്തിൽ 4 പ്ലാറ്റ്ഫോമുകളിലാണ് ഇവിടെ ട്രാമുകൾ വരുന്നത്. ഇത് പഴയ ട്രാമിൻ്റെ ലുക്കല്ലേ, പഴഞ്ചൻ ഡിസൈൻ. ഇത് നമുക്ക് കാരണം ഇവിടെ മൊത്തം വോൾവോയാണ് കേട്ടോ. ഫുള്ള് വോൾവോ ആണ്, ഫുള്ള് വോൾവോയുടെ കളികളാണ്. ഇവിടുത്തെ ഏതോ ഒരു വലിയ ഒരു സ്റ്റേഡിയമാണേ. അങ്ങനെ ഒരു 15 മിനിറ്റ്സിൻ്റെ ട്രാം റൈഡിന് ശേഷം ഞാൻ വേൾഡ് ഓഫ് വോൾവോയുടെ അടുത്തേക്ക് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്നും കണ്ടില്ലെങ്കിൽ എനിക്ക് ES90 എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുതിയ സാധനം കണ്ടാൽ മതി. അതിവിടെ ഇന്ന് മുതൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ES90 വേൾഡ് ഓഫ് വോൾവോയ്ക്ക് അടുത്ത് തന്നെ ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് വലിയൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വലിയ ഹോട്ടലുകൾ ധാരാളം ഉണ്ട്. ഇവിടുത്തെ പോലീസിന്റെ വണ്ടിയൊക്കെ ഇതാട്ടോ, വോൾവോ കാറുകളാണ്. ഈ റോഡ് കണ്ടോ, ഇത് വാഹനങ്ങൾക്കുള്ളതല്ല, ഇത് പെഡസ്ട്രിയൻസിന്, അത് സൈക്കിള് മറ്റുമൊക്കെ പോകുന്നതിന് വേണ്ടി മാത്രമുള്ള റോഡാണ്. അങ്ങനെ നടന്ന് ഞാൻ വേൾഡ് ഓഫ് വോൾവോ എന്ന് പറയുന്ന അവരുടെ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നേരത്തെ വേറൊരു സ്ഥലത്തായിരുന്നു ഇവരുടെ മ്യൂസിയം ഉണ്ടായിരുന്നത്. അത് ക്ലോസ് ചെയ്തിട്ട് ഇവർ കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്ത് പുത്തനാക്കിയിട്ട് ഇവിടെ നിർമ്മിച്ച ഒരു സെൻറ്ററാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വേൾഡ് ഓഫ് വോൾവോ. ഇതിന് മുമ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, എനിക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് കെട്ടിടങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ മനുഷ്യരെ കാണൽ വളരെ കുറവായിരിക്കും. എല്ലാം ഈ പറഞ്ഞ പോലെ സംഭവം ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അകത്ത് 11:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ 149 KRന് ലഞ്ച് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് കയറാനായിട്ടേ ഞാൻ ടിക്കറ്റ് ശരിക്കും ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ 200 KR വരും. ഞാൻ ഇവരുടെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ബുക്ക് ചെയ്തു. 180 KR ആയി. എനിക്ക് 20% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ അത് 180 KR എന്ന് പറഞ്ഞാൽ ഏകദേശം 1800 രൂപ വരും. 1800 രൂപയാണ് ഇതിനകത്ത് കയറാൻ. സ്കാനിൽ കയറാൻ ഫ്രീ ആയിരുന്നു, പക്ഷെ അത് വളരെ ചെറുതായിരുന്നു. ഇത് ഭയങ്കര വലുതായിരുന്നു തോന്നുന്നു കണ്ടിട്ട്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. വാവ്, ഇത് എന്തോന്നടേ, ദിസ് പ്ലേസ് ഈസ് സോ ഹ്യൂജ്. ഇത് ഭയങ്കര വലിപ്പമുള്ളൊരു സ്ഥലം, നല്ലൊരു അൾട്രാ മോഡേൺ സെറ്റപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും വന്ന് കയറി കാണുന്നതിനൊന്നും പൈസ ഒന്നും കൊടുക്കേണ്ട, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇതിൻ്റെ 3ാമത്തെ നിലയിൽ പോകുമ്പോൾ ടിക്കറ്റ് കാണിച്ചാൽ മതി എന്നാണ് അവരെന്നോട് പറഞ്ഞത്. എന്തായാലും കയറി വരുമ്പോൾ തന്നെ ഇവിടെ 2-3 വണ്ടികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തെ പറ്റി കൂടുതലൊന്നും എഴുതിയിട്ടില്ല. ഇത് പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു പോലീസ് വെഹിക്കിളാണ്, ഒരു പോലീസ് കാറാണ് ഈ കാണുന്നത് വോൾവോയുടെ. വോൾവോ എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും കൂടുതലായിട്ട് നിർമ്മിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ട്രക്ക്, ബസ്, പിന്നെ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്, പിന്നെ കാറുകൾ, അങ്ങനെ പല സംഭവങ്ങൾ ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇലക്ട്രിക് ആയിട്ടുള്ള വോൾവോൻ്റെ ഒരു പുതിയ ട്രക്കാണ് ഈ കാണുന്നത്. നമ്മൾ സ്കാനിയയിൽ പോയപ്പോൾ കണ്ട പോലെ തന്നെ സിമിലർ സാധനമാണ്. സിമിലർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഫെസിലിറ്റിയും അതേപോലെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനൊന്നും എനിക്കറിയില്ല. ഇത് വോൾവോ ഒരു ഫുള്ളി ഇലക്ട്രിക് കിഡിലൻ ട്രക്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മുമ്പിൽ തന്നെ 1933 നിർമ്മിച്ച ഒരു വോൾവോ കാർ വെച്ചിട്ടുണ്ട്. അവരതിന് പേര് കൊടുത്തിരിക്കുന്നത് ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ വോൾവോ എന്നാണ്. 1933 സ്റ്റോക്ക്ഹോമിലാണ് ഇത് നിർമ്മിച്ചത്. സ്റ്റോക്ക്ഹോമിലാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു റോയൽ ലുക്കുള്ള ഒരു കിഡിലൻ വണ്ടി അല്ലേ, എന്ത് ലുക്കാണ്. അതിൻ്റെ മേളിലും ഒരു കിഡിലൻ റോയൽ ലുക്കുള്ള ഒരു ഷാൻഡലിയർ ഒക്കെ ഇട്ട് തൂക്കി വെച്ചിട്ടുണ്ട്. ദിസ് ബ്യൂട്ടിഫുൾ ബ്രോ.
അതിലുള്ള ലോഗോസൊക്കെ കണ്ടോ ഓരോ കാര്യങ്ങൾ. ഇതെന്താ ഓട്ടോമൊബൈലിസ്റ്റ് ടൂറിസ ക്ലബ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. വോൾവോ 1933 എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വർഷം എഴുതിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് നോക്കൂ, അന്ന് മുതലുള്ള അന്നത്തെ ആ ഒരു എൻജിനിൽ അവർ വെച്ചിരിക്കുന്ന ആ ഒരു വോൾവോയുടെ ലോഗോ കണ്ടോ. ഇതൊരു ലക്ഷറി വണ്ടിയാണല്ലേ. എന്താണിത്, എന്ത് ഭംഗിയാണിത് കാണാനായിട്ട്. ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ബൂട്ട് സ്പേസ് കണ്ടില്ലേ, നോക്കിയേ ബൂട്ട് സ്പേസ് നോക്കിയേ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. ഒരു പെട്ടി പോലെ വെച്ചിരിക്കുന്നുണ്ടോ ബൂട്ട് സ്പേസ്. സ്കാൻഡിനേവിയൻ വൈക്കിംഗ് റാലിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് 1987 നടന്ന റാലി, അങ്ങനെ പല റാലികളുടെയൊക്കെ ബാഡ്ജസ് ഇതിലുണ്ട്. വണ്ടി പ്രാന്തന്മാരാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് വരുന്നത്. ഇത് കണ്ടില്ലേ, മീറ്റ് ദ ന്യൂ വോൾവോ ES90. അത് കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഫ്രീ ലോക്കറുണ്ട്. ഫ്രീ ലോക്കറിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ജാക്കറ്റൊക്കെ ഊരി വെക്കാം, പിന്നെ നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെക്കാം. ഞാൻ ആക്ച്വലി എൻ്റെ ബാഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വന്നത് നന്നായി, കാരണം ഇവിടുത്തെ ചെറിയ ലോക്കറാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആക്ച്വലി പണി പാളിയെന്നെ. ഞാൻ ഈ 59 ലോക്കറിൽ എൻ്റെ ജാക്കറ്റ് ഊരി വെച്ചു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടേക്ക് എ പിക്ചർ ഓഫ് യുവർ ലോക്കർ നമ്പർ, ഇല്ലെങ്കിൽ മറന്നു പോകുന്നു. അത് ഭയങ്കര സൗകര്യം കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്രാം അതൊക്കെ ഇവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ. അപ്പോൾ ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു ഗോ ആൻഡ് സീ ദ വോൾവോ ES90 എന്ന് പറയുന്ന അവരുടെ ആ ഒരു ബ്രാൻഡ് ന്യൂ ഇലക്ട്രിക് SUV. വാവ്. അപ്പോൾ നമ്മുടെ വോൾവോ ES90 എന്ന് പറയുന്ന ഒരു സലൂൺ കാറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 700 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് 0 to 80% ചാർജ് ചെയ്യാനായിട്ട് ആകെ നമുക്ക് 20 മിനിറ്റ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. 20 മിനിറ്റ് ചാർജിൽ 80% ബാറ്ററി ചാർജ് ആവും. അത് ശേഷം ഇത് ഫുൾ ചാർജ് ആണെങ്കിൽ 700 കിലോമീറ്റർ ഈ വണ്ടി ഓടുമെന്നാണ് കമ്പനി പറയുന്നത്. എന്ത് കിടിലം വണ്ടിയാന്ന് നോക്ക്. ഇത് ഇന്ത്യയിൽ ഇറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം അവസാനത്തേക്ക് വല്ലതും ഇന്ത്യയിൽ ഇറങ്ങാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പ്രൈസൊക്കെ എത്രത്തോളം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇന്ന് മുതലാണ് ഈ വണ്ടി ഇവരിവിടെ പ്രദർശിപ്പിച്ചു തുടങ്ങിയത്. അതിൻ്റെ ആ ഒരു ടയറിൻ്റെ വലിപ്പവും അലോയും സംഭവങ്ങളൊന്നും നോക്കട്ടെ എന്താ അല്ലേ. നമുക്ക് ഇതിനകത്തൊക്കെ നമുക്ക് കയറി കാണാവുന്നതാണ് സംഭവങ്ങൾ. ഇതിൻ്റെ അകം ഇത് ഡ്രൈവർ സീറ്റ് അപ്പുറത്താണല്ലോ അല്ലേ. ഓക്കെ, ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഫുള്ള് വൈറ്റാണ്. ഈ വൈറ്റ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചെളിയായിട്ടൊരു പരുവാവും. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് നോക്കി, അത് ഞാൻ അപ്പുറത്ത് പോയിട്ട് കാണിക്കാം. കൺട്രോള്, ബാക്കിയുള്ള സംഭവങ്ങൾ, ഇതിൻ്റെ ഫിനിഷിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്ക്. എൻ്റെ ദൈവമേ, ഇത് കിട്ടിലും വണ്ടിയാട്ടോ. ഇത് രക്ഷയില്ല. ഫുൾ പനോരമിക്, മറ്റേ ടെസ്ലയൊക്കെ ഉള്ള പോലെ തന്നെ അങ്ങനത്തെ ഒരു സൺറൂഫാണ് മേളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് 2 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം. 4 പേർക്ക് ശരിക്കും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 5 പേർക്ക് നടുക്കിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. 4 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടി. ബോവോസ് ആൻഡ് വിൽക്കിൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു ബാക്കിൽ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇത് രാത്രി കാണാൻ ഒടുക്കത്തെ ലുക്കാട്ടോ. ഇതുകൊണ്ടോ എല്ലായിടത്തും ഫുള്ള് ഈ പറഞ്ഞ പോലെ ആംബിയൻ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് ലൈറ്റ് ഇട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതാണ് ഈ വണ്ടിയുടെ ബാക്ക് ഡിസൈൻ. നോക്കൂ, പുറകിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി ഏതെങ്കിലും വണ്ടിയുമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. ES90, ഹൗ ഈസ് ES90? ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ആഴ്ച, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തതേ ഉള്ളൂ വണ്ടി. എനിക്ക് വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ സൈഡ് പ്രൊഫൈലാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ഡിസൈനും ബാക്കിലത്തെ ഡിസൈനും അതിനെക്കാട്ടും ഉപരിയായിട്ട് എനിക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഇതിനകത്ത് കയറിയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ അമ്മോ, ഇത് കൊള്ളാട്ടോ. എൻ്റെ അമ്മ, ഇതെല്ലാം അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുറത്തുനിന്നൊരു സൗണ്ട് പോലും നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്, ഡ്രൈവറുടെ മുമ്പിലുള്ള സ്ക്രീൻ എന്ന് പറയുന്നത് കൊണ്ട് ഇത്രേ ഉള്ളൂ. നോക്കി, ഈ കാണുന്നത് ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. 650 കിലോമീറ്ററാണ് 100% ചാർജിൽ വണ്ടിക്കകത്ത് കാണിക്കുന്നത്. യെസ്, 650 കിലോമീറ്റർ ഓടും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ ഒരു വലിയൊരു ഐപാഡ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു കിടിലൻ ഡിസ്പ്ലേ. പിന്നെ അതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ എല്ലാം മൊത്തത്തിൽ പൊളപ്പൻ സാധനം കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊക്കെ പരിപാടികളല്ലേ. ഇതിനകത്തൊക്കെയാണ് ഗൂഗിൾ മാപ്പാണ്. വോൾവോയുടെ മറ്റ് വണ്ടികളിലുള്ള പോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഹെൽപ്പാട്ടോ ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും. 5G സിം കാർഡ് ഉണ്ട് ഇതിനകത്ത്. സിം കാർഡ് നമുക്ക് ഇടാൻ പറ്റും. എന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മാപ്പ് ഇട്ടിട്ട് നമുക്ക് എവിടെ പോകണം, പ്രാഗിലേക്ക് പോകണ്ട, നമുക്ക് ലണ്ടനിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലണ്ടനിലേക്ക് പോകണമെങ്കിൽ 17 മണിക്കൂർ 42 മിനിറ്റാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. 17 മണിക്കൂർ 42. വേണ്ട,
ഇത് ഭയങ്കര കേട്ടോ. ശരിക്കും എല്ലാ വണ്ടികളും ഇതേപോലെ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് എന്താ വരുന്നല്ലേ. ഇത് കണ്ടില്ലേ, ഇത് പൊളിച്ച് ഇതുപോലെ ഇത് കണ്ട. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാപ്പ് ഇട്ട് നമ്മളിങ്ങനെ വന്നു. അപ്പോൾ എൻഡ് ഓഫ് ബാറ്ററി റേഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണോ. അതായത് ഇവിടെ എത്തുമ്പോഴത്തേക്കിന് നമ്മുടെ ബാറ്ററിയുടെ റേഞ്ച് തീരും എന്നാണ് കാണിക്കുന്നത് അപ്രോക്സിമേറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചാർജ് ചെയ്യണം എന്നുള്ളത് വണ്ടിയിൽ മാപ്പ് ഉപയോഗിക്കുമ്പോൾ മാപ്പ് തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ചാർജിങ് സെൻറ്റർ അതേ ചാർജിങ് സ്റ്റേഷൻസ് കണ്ടോ. ചാർജിങ് സ്റ്റേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചാർജിങ് സ്റ്റേഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ മാപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അത് പൊളിച്ച്. ഇതിപ്പോൾ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് പോകുന്ന വഴിക്ക് എന്നുള്ള പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും. എന്തായാലും പൊളിച്ചു കേട്ടോ സംഭവം. പിന്നെ ക്യാമറ, 3D ക്യാമറ, റിയർ എൻഡ് ക്യാമറ, മറ്റേ ക്യാമറ, മറിച്ച ക്യാമറ, അയ്യോ രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ് ആപ്പ്, അങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊന്നും നമുക്ക് പിന്നെ കാണാൻ പറ്റും, വണ്ടി ഓടിക്കുമ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. സ്വീഡനിൽ വന്നിട്ട് പുതിയ കാറിൽ എൻ്റെ യൂട്യൂബ് വീഡിയോ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ഹിറ്റ്ലറിൻ്റെ പോളണ്ടിലെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, മരണത്തിലേക്ക് പോവുകയാണെന്ന് പോലും അറിയാതെ കൊണ്ടുവന്ന സൗണ്ട് ഒക്കെ അടിപൊളിയാട്ടോ. ഇത് പറയണ്ട, സൗണ്ട് ഒക്കെ അടിപൊളിയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. രക്ഷ കിട്ടില്ല വണ്ടി. എനിക്ക് ഈ സാധനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു മിനി ഒരു ഡിസ്പ്ലേ, അത് കൊള്ളാം. മൊത്തത്തിൽ എന്തായാലും അടിപൊളിയാണ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ, വേറെ ആൾക്കാരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ബൂട്ട് തുറന്ന് വെച്ചിരിക്കുന്നതാണ്ടോ. ആ ബൂട്ട് തുറക്കുമ്പം ആ ഒരു ലൈറ്റൊക്കെ അവിടെ ഇങ്ങനെ കത്തി കിടക്കുന്നതാണ്ടോ. അത് കൊള്ളാമല്ലേ പരിപാടി. ബൂട്ട് സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ബൂട്ട് സ്പേസ് ഓക്കെ അത്ര വലിയ ഇതൊന്നും പറയാനില്ല, എന്നാലും ഓക്കെ കുഴപ്പമില്ല. ഒരു 4 പേർക്ക് പോകാവുന്ന ഈ ഒരു കാറ്റഗറി വണ്ടിക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് എന്തായാലും ധാരാളം. ഇതൊക്കെ നാട്ടിലാണെങ്കിൽ കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 1 CR മേലെ പോകും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. നമ്മൾ ഈ ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിലത്തെ നിലകളിലേക്ക് പോകണം, എന്നാലേ നമ്മൾ മ്യൂസിയം എത്തുള്ളൂ. കണ്ടില്ല, ഇവിടെ പല നിലകളിലായിട്ട് പല സംഭവങ്ങളുണ്ട്. ഇവിടെ കോൺഫറൻസ് ഒക്കെ നടത്താൻ വന്നിട്ട്, എക്സിബിഷൻസ് ഉണ്ട്, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, അങ്ങനെ പല പരിപാടികളുണ്ട്. നമുക്കിപ്പോൾ എങ്ങോട്ടാണ് പോകണ്ടേ? സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പം ഇത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ടാറ്റ കാണിക്കില്ല എനിക്ക്. സെക്കൻഡ് ഫ്ലോറിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾവോ ലൗഞ്ച്, പിന്നെ ക്രിയേറ്റീവ് ഇത് ഫുഡ് കോർട്ടാണോ? പക്ഷെ എൻ്റെ ദൈവമേ, ഇത് ഫുഡ് കോർട്ടാണോ? നോക്കിയാൽ ഇവിടെ ബൊഫേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആളുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അടിപൊളി. ഇത് ഒരു വലിയൊരു കുറേ ഗ്രൂപ്പ് ആളുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇതെന്താണിത്? അവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇത് പൊളപ്പ സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 3ാമത്തെ നിലയിൽ പോകാം. അവിടെയാണ് ശരിക്കും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കാണേണ്ട ആ ഒരു സ്ഥലം നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ഇത്രയും നേരം കണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വരാം. വേണമെങ്കിൽ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം. വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട്, അങ്ങനത്തെ പല സെറ്റപ്പുകളും ഉണ്ട്. നമ്മുടെ എക്സിബിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കണ്ടോ, അവിടെ ഫുൾ ഡിസ്പ്ലേ ഒക്കെ കൊടുത്ത്. ഇവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ. എൻ്റെ അമ്മോ, എന്ത് കിട്ടില്ല ഡിസ്പ്ലേ അല്ലേ, ഇത് എന്ത് ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ അല്ലേ. ഇത് ഭയങ്കര വലിയ സ്ഥലം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇവരുടെ കൺസെപ്റ്റും ഇവരുടെ നിർമ്മാണവും ഈ ഒരു ഡിസൈനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ സൂപ്പറാണ്. എത്ര സ്പേസ് ആണ് ആളുകൾക്ക് വന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് വിത്ത് യു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മെയ്സ് പോലത്തെ എന്തൊരു സംഭവം വെച്ചിട്ടുണ്ട്. ഇതെന്താണിത്? ഡിസ്പ്ലേ ആണ്, എല്ലാം ഡിസ്പ്ലേയുടെ കളികളാണല്ലോ മൊത്തത്തിൽ. ഇത് കിട്ടില്ല മ്യൂസിയം കേട്ടോ. ഇത്രയും നല്ല അടിപൊളി ഒരു മ്യൂസിയം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. യുവർ മൂഡ് മാറ്റേഴ്സ് ഇൻ ട്രാഫിക് ടു. വണ്ടികൾ കാണാൻ വന്ന എന്നെ ഇവർ ചുറ്റിക്കറക്കി ഇത് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുവന്നത്. ഇത് എന്തോ ഇല്യൂഷനാ. ഇതിവിടെ നിന്ന് കാണണമെന്ന്. എന്താ പരിപാടി ഇവിടെ? ഇത് 3D സെറ്റപ്പ് പോലെ തന്നെ പരിപാടിയൊക്കെ. ഇത് എന്നാടി ഇത്? ഇതെവിടെ എൻ്റെ ഡിസ്പ്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്താണിത്? ഹാപ്പിനെസ് ഗ്ലൈഡ്, എന്തൊക്കെയോ പരിപാടികൾ, എന്തോ കുന്തമാണെന്ന് ആർക്കറിയാം. ആളുകളെ ഓരോരോ പരിപാടികൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളി എന്താ ചെയ്യുന്നത്? ഇവിടെ എന്തോ ഒരു സ്റ്റിയറിംഗ് കോളം പോലത്തെ ഒരു സാധനമുണ്ട്. അത് വെച്ചിട്ട് എന്തോ ബാലൻസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ബാലൻസ് ചെയ്യാം. അതെന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഇത് ഈ ബോൾ ഇത് കണ്ടോ നമ്മൾ ആ ബോൾ വെച്ചിട്ട് അതിനകത്ത് കൊണ്ടിടണോ, അങ്ങനെ എന്തോ പരിപാടിയൊക്കെയാണ്. ഇത് എന്നാണ് ഇത്? എനിക്ക് ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്, 2 കൈ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് ചെയ്ത് കളിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ മൊത്തം ഇത് തന്നെയാണല്ലോ, ഫുൾ AI-യും അതേപോലെ തന്നെ വെർച്വൽ റിയാലിറ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പരിപാടികൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതായത് ഈ വോൾവോ എന്ന് പറയുന്നത് ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ
കോംപ്രമൈസ് ചെയ്യാത്തൊരു വാഹന കമ്പനിയാണ് വോൾവോ എന്ന് പറയുന്നത്. ഇവരുടെ വണ്ടികളാണ് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് വെഹിക്കിൾ എന്നാണ് പറയുന്നത്. എന്തിന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് വോൾവോ കമ്പനിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വോൾവോയുടെ സവിശേഷതകളുണ്ട്. വോൾവോ XC90 എന്ന് പറയുന്നത് വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വോൾവോ എന്ന് പറയുന്നത് അത് എന്താ പറയുക, സേഫ്റ്റിയുടെ കാര്യത്തിൽ ടോപ്പ് നോച്ചാണ്. അപ്പോൾ അവർ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുറേ സ്റ്റഡീസും റിസർച്ചും അങ്ങനെയുള്ള പല പരിപാടികളും ഇവിടെ വരുന്ന ആൾക്കാരെ പോലും അവയർനെസ്സിന് വേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇവരുടെ ഒരു ട്രക്കിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡിസൈനാണോ ഇത്? ട്രക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് അത്. ഇവരിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, വീൽ ചെയർ ആക്സസിബിൾ ട്രക്ക് ക്യാബ് അവൈലബിൾ ഫർദർ ഇൻ ദ എക്സിബിഷൻ. അതായത് വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് പോലും ആക്സസ് ചെയ്ത് കയറി ഇരിക്കാവുന്ന ട്രക്ക് ക്യാബിന് ഇവരിവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ, വീൽ ചെയർ ആൾക്കാർക്ക് ഒന്ന് അതിൽ കയറി ഇരിക്കണം എന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കുള്ള സൗകര്യം പോലും ഇവരിവിടെ ചെയ്തിരിക്കുന്നു. സമ്മതിക്കണം അതൊക്കെ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറിയിരിക്കാം. ഞാൻ ഒന്ന് കയറാം. ഞാൻ കയറി ഇരുന്നപ്പോഴത്തേക്കിനും സീറ്റൊക്കെ തന്നെ പൊങ്ങുന്നു, എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സംഭവിക്കുന്നു. ഇത് മറ്റേ സെറ്റപ്പ്. വാവ്, അടിപൊളി. അതായത് ഇങ്ങനെ ചാടി ഇങ്ങനെ സസ്പെൻഷൻ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇത് എങ്ങനെ കാണിക്കട്ടെ, എന്തായാലും ട്രൈപ്പോഡ് ഒന്നുമില്ല ഇതിവിടെ വെച്ച് കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല്. അതായത് ഇങ്ങനെ ചാടി പോകുന്ന ഒരു സസ്പെൻഷൻ പരിപാടി ഉണ്ടല്ലോ. അത് ഇങ്ങനെ ആടുമ്പോഴത്തേക്കിനും ഇത് കണ്ടല്ലോ, ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഗിയർ ലിവർ. മറ്റേ ഐ ഷിഫ്റ്റ് പോലെ തന്നെ ഇവരുടെ ഓട്ടോമാറ്റിക് സെറ്റപ്പാണ്. ഓട്ടോമാറ്റിക്കുകളിൽ എത്ര സിമ്പിളാന്ന് ട്രക്കിന്റെ ഗിയർ എന്നൊക്കെ പറയുന്നത്. സിമ്പിൾ, പുഷ്പം പോലെ ഇട്ട് ഓടിക്കാം. ഓട്ടോമാറ്റിക് ട്രക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കാനിയുടെ ട്രക്കിനകത്ത് കയറിയിരുന്ന അത്രയും ലക്ഷറി ഇല്ല എന്നുണ്ടെങ്കിലും സംഭവം കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ സ്വിച്ചുകളും കൺട്രോളുകളും പിന്നെ എന്തൊക്കെയോ സ്വിച്ചുകൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിലേക്ക്. പിന്നെ ഡിസ്പ്ലേ, പിന്നെ ചെറിയ ഡിസ്പ്ലേ, സ്കാനിയൊക്കെ വലിയ ഡിസ്പ്ലേ ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ പ്ലാസ്റ്റിക് പാർട്സിന്റെ ക്വാളിറ്റി ഒന്നും സ്കാനോടെ അത്രയും പോരാ. മേ ബി ഇത് ഈ ഡിസൈനിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ഒരു മോഡലിന്റെ ആയിരിക്കാം. അങ്ങനെ എന്തായാലും സംഭവം കൊള്ളാം. ഇതെന്താണെന്നറിയോ, ഇത് മറ്റേ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അതായത് അത് എന്തെങ്കിലും കാർബൺ മോണോക്സൈഡ് കൂടി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി അത് വാണിംഗ് തരും. അങ്ങനെ ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് ഒന്നും പോരാ. ഇതൊക്കെ സ്കാനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നാലും സംഭവം കൊള്ളാം. ഇത് ജസ്റ്റ് ഒരു ഡെമോ. ക്യാൻ യു സ്റ്റേ ബാലൻസ്ഡ്? അതായത് ഇത് ഈ പറഞ്ഞ പരിപാടിയാണ് മൊത്തത്തിൽ കാണിക്കുന്നത്, കണ്ടില്ലേ? ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ഒരു ബസ്സാണ് ഇതിനകത്ത്. ഓക്കെ, ബസ്സിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ടാവും എന്നാണ് കാണിക്കുന്നത്. നമ്മൾ നോക്കാം സ്റ്റാർട്ട് ആവുമെന്ന്. എന്താ സ്റ്റാർട്ട് ആവുന്നത്? ക്യാൻ യു സ്റ്റേ ബാലൻസ്ഡ്. ഞാൻ ഇതിൽ കയറിയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ബസ് പോവുകയാണേ. അപ്പം ഇതിനകത്ത് നമ്മൾ നിൽക്കുകയാണല്ലോ, ഞാൻ നിൽക്കുകയാണ് ഇതിനകത്ത്. അപ്പം ബസ്സിലെ സെയിം സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സിമുലേറ്റർ, എന്റെ പൊന്ന്, നമ്മൾ ഈ ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ ബസ്സിന്റെ സിമുലേറ്റർ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കാണുന്നത്. ഫൈറ്റർ സ്റ്റെപ്പർ, ഹൗ ഡിഡ് യു ബാലൻസ്? എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. എന്റെ ദൈവം. ദീസ് ആർ ദ കോമൺ സ്റ്റാൻസസ് ടു കീപ് യുവർ ബാലൻസ് ഓൺ ദ ബസ്. ഹൗ ഡിഡ് യു റിയാക്ട്? ഓപ്പൺ ദ ഡോർ മാനുവലി ടു എക്സിറ്റ് എന്ന്. ഒരാളോടെ വന്നു, ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതാണ് സംഭവം. അതൊരു ബസ്സിന്റെ സിമുലേറ്റർ. എന്തൊക്കെ പരിപാടികളാണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. 1800 രൂപ കൊടുത്താൽ എന്നാ, ഇത് വെർത്താണ് സംഭവം. ഇപ്പൊ തന്നെ എനിക്കിത് വെർത്തായി. 1927 98 വർഷങ്ങൾക്ക് മുമ്പ് ഗോത്തൻബർഗ് എന്ന് പറയുന്ന സ്വീഡനിലെ ഈ സ്ഥലത്താണ് വോൾവോ കമ്പനി ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ആ വോൾവോ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന ഗോത്തൻബർഗിലെ മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വണ്ടി കാണാം. ഇത് ആക്ച്വലി ഈ ക്രാഷ് ടെസ്റ്റിൻ്റെ ക്രാഷ് ടെസ്റ്റ് ചെയ്ത വണ്ടിയോ അല്ല, ചെയ്യാൻ വേണ്ടി വെച്ച വണ്ടിയോ എന്തോ ആണ്. ഇത് ടെസ്റ്റ് വെഹിക്കിളാണ്. 50 km/h എന്താ പറയുക, നേരെ പോയി ഇടിച്ചപ്പോഴത്തേക്കിനും ബമ്പർ ഇളകി കിടക്കുന്നോ, അതിനകത്ത് സീറ്റ് മറ്റേ എയർ ബാഗ് വന്ന് കിടക്കുന്നോ ഒക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. അതായത് ദ ഇമ്പാക്ട് ഓഫ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടിയാണിത്. ഇവരുടെ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു ലാംഡ സെൻസർ എന്ന് പറഞ്ഞ ഒരു സെൻസറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഞാനിവിടെ ഫ്യൂച്ചർ സെൻസ് ഇത് കാണാൻ വേണ്ടി അല്ല കേസ് ഞാനിവിടെ വന്നത്. എനിക്ക് വണ്ടികൾ കാണണം കേസ്. ഞാൻ ഇത് എന്തിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? 1927 ആൻ ഐഡിയ കംസ് ടു ലൈഫ്. വണ്ടികൾ കാണാട്ടോ ഇവിടെ.
പഴയ വണ്ടികളാണെന്ന് തോന്നുന്നു കൂടുതലും. പുതിയ വണ്ടികളെക്കാട്ടി കൂടുതൽ പഴയ വണ്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. 1927-29 കാലഘട്ടത്തിൽ നിർമ്മിച്ച ദ വെരി ഫസ്റ്റ് വോൾവോ, അതായത് ആദ്യം നിർമ്മിച്ച വോൾവോ കമ്പനി ആദ്യം നിർമ്മിച്ച വാഹനമാണ് ഇതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വോൾവോ കമ്പനിയുടെ ഫസ്റ്റ് കാറാണ് ഈ കാണുന്നത്. ഉണ്ടോ? വോൾവോ ഗോത്തൻബർഗ് സ്വീഡൻ എന്ന് പറഞ്ഞ് അതിന് മുകളിൽ നമുക്ക് ലോഗോ കാണാം. വോൾവോ ഗോത്തൻബർഗ് സ്വീഡൻ. ഇത് ഒരു 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു വണ്ടിയായിരുന്നു. പണ്ടത്തെ കാറുകളെല്ലാം ഇങ്ങനെയായിരുന്നല്ലോ. 28 ഹോഴ്സ് പവർ ശക്തിയുള്ള 4 സിലിണ്ടറിൻ്റെ 205 ഇതുപോലെയുള്ള വാഹനങ്ങളാണ് ഇവർ ആ കാലത്ത് കച്ചവടം ചെയ്തത്. 205 വാഹനങ്ങൾ, ഇതുപോലത്തെ വാഹനങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. നമ്മളവിടെ കണ്ട പാസഞ്ചർ കാറല്ലേ OV4 എന്ന് പറഞ്ഞ ആ വണ്ടി, ആദ്യം ഉണ്ടാക്കിയ വണ്ടി എന്ന് പറയുന്നത്, ആ OV4 എന്ന് പറഞ്ഞ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന എൻജിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന എൻജിനാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് OV4 എന്ന് പറഞ്ഞ വണ്ടിയിൽ. ഇതേ കാറിന് ഉപയോഗിച്ചിരിക്കുന്ന ഇതേ എൻജിൻ ഉപയോഗിച്ചാണ് ഈ കാണുന്ന ആദ്യത്തെ ബസ് ഇവരിവിടെ നിർമ്മിച്ചത്. LV4 ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു കുഞ്ഞു ബസ്, 15 പേർക്ക് ഇരുന്ന് പോകുന്നൊരു ബസ്. ശരിക്കും 1928-29 കാലഘട്ടത്തിലാണ് നിർമ്മിക്കുന്നത്. അതിന് മുമ്പ് തന്നെ സ്കാനിയ കമ്പനി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന ബസ്സുകളെന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ നിന്നും അതേപോലെ തന്നെ സ്കാനിയ വാബിസ് അവർ കമ്പനിയിൽ നിന്നുമൊക്കെയുള്ള ട്രക്കിൻ്റെ ഷാസികൾ വാങ്ങിച്ച് പുറത്ത് ബോഡി പണിത് ആയിരുന്നു ഇവിടെ ബസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു എന്താ പറയുക കോമ്പറ്റീഷനായിട്ട് സ്കാനിയയുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന വോൾവോ ആണല്ലോ. ആണ് ശരിക്കും പറഞ്ഞാൽ വോൾവോ കമ്പനി വന്നതും അവർ പതുക്കെ ബസ് ട്രക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയതും. അപ്പോൾ അതാണ് ഈ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള അന്നത്തെ 15 പേർക്ക് ഇരിക്കാവുന്ന ആ ഒരു ബസ്സിൻ്റെ പിന്നിലെ ചെറിയ കുഞ്ഞു ചരിത്രം. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടോ, എങ്ങനെയൊക്കെയാണ് ആളുകൾ ബസ്സിനകത്തിരിക്കുന്നതിലേക്ക്. സൈഡ് സീറ്റ്, നേരെ ഇരിക്കുന്ന സീറ്റ്, എങ്ങനത്തെയൊക്കെ പരിപാടികളല്ലേ. അപ്പോൾ അതേ OV4 എൻജിൻ ഉപയോഗിച്ചാണ് ഇവർ അന്ന് കാറും അതേപോലെ തന്നെ ട്രക്കും ഇതുപോലെയുള്ള ബസ്സും പരിപാടികളൊക്കെ നിർമ്മിച്ചത്. അപ്പോൾ അതേ OV4 എൻജിൻ ഉപയോഗിച്ച് നിർമ്മിച്ച LV4 ട്രക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ എഴുതിയിട്ടുണ്ട് മാക്സിമം 1500 kg എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അടിപൊളി ഒരു ട്രക്ക് ക്യാബിൻ, അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം, അതിന് മുകളിൽ 2 ബാരൽ ഇങ്ങനെ ഒരു വെറുതെ ഇങ്ങനെ ഭംഗിക്ക് വെച്ചിരിക്കുന്നുണ്ടോ. ഇപ്പോഴാണ് ഞാൻ ആ തപ്പി വന്ന സാധനങ്ങളൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വോൾവോയുടെ പല വണ്ടികൾ, ബസ്സുകൾ മുതൽ ചെറിയ കാറുകൾ വരെ, അങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് ഇവിടെ വളരെ മനോഹരമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ കണ്ട ആ ട്രക്കും അതേപോലെ തന്നെ ആ കാറും ഈ ബസ്സും എല്ലാം പെട്രോൾ എഞ്ചിനിൽ നിർമ്മിച്ചതാണെന്നുണ്ടെങ്കിൽ വോൾവോ കമ്പനി ആദ്യമായിട്ട് ഡീസൽ എഞ്ചിനിൽ നിർമ്മിച്ച ഒരു ബസ്സാണ് നമുക്കിവിടെ ഈ കാണാൻ സാധിക്കുന്നത്. 1944-52 കാലഘട്ടങ്ങളിലാണ് ഈ ബസ് ഉപയോഗിച്ചിരുന്നത്. സ്വീഡിഷ് റെയിൽവേ ആയിരുന്നു ഈ ബസ്സിൻ്റെ എന്താ പറയുക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കമ്പനി എന്ന് പറയുന്നത്. സ്റ്റോക്ക്ഹോമിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ഈ ബസ്സുകൾ അന്ന് ഓടിയിട്ടുണ്ട്. വളരെ എന്താ പറയുക ചെറിയ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ഈ ബസ് ആക്ച്വലി സ്വീഡിഷ് റെയിൽവേയുടെ യാർഡിൽ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അത് വോൾവോ കണ്ടെടുത്ത് അവരത് റിനോവേറ്റ് ചെയ്ത് ഇത്തരത്തിലാക്കി കുട്ടപ്പനാക്കി ഇവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. 95 ഹോഴ്സ് പവർ ആണ് ഈ ഒരു ബസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. 6 സിലിണ്ടറുള്ള എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 3841 ബസ്സുകൾ വോൾവോ കമ്പനി ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വോൾവോയ്ക്ക് പല പല സംഭവങ്ങളുണ്ടെന്ന്. 1967-79 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വോൾവോയുടെ ഒരു ഡംപറാണ് ഈ കാണുന്നത്. ഡംപ് ട്രക്ക് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ ഈ ഓരോ വേസ്റ്റും അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡംപറാണ് ഈ കാണുന്നത്. കണ്ടോ. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഇതുപോലെയുള്ള പഴയ കുറേ വോൾവോ കാറുകൾ, നല്ല കിടിലം വിൻറ്റേജ് വണ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വണ്ടി കൊള്ളാം അല്ലേ. ഇത് അത്ര പഴയതൊന്നും അല്ല. ഇതൊരു 1980-90 കാലഘട്ടങ്ങളിലുള്ള ഒരു വണ്ടിയാണ്. നല്ല കിടിലം വണ്ടി. ഇങ്ങനെയൊക്കെയുള്ള കാറുകളൊക്കെ ഉണ്ടായിരുന്നോ വോൾവോയ്ക്ക്? എനിക്ക് അറിയില്ലായിരുന്നു. 1960 കാലഘട്ടത്തിലെ ഒരു വണ്ടിയാണിത്. PV445 ഡ്യുവറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. കാറുകളുടെയൊക്കെ ഡിസൈനൊക്കെ മാറി മാറി വന്നിപ്പോൾ ഏതൊക്കെ ഡിസൈനിലേക്ക് മാറിയല്ലേ. ഇത് കണ്ടോ, ഇത് വേറെ ഒരെണ്ണം. ഇത് വോൾവോ PV444. ഇത് വോൾവോ PV654. ആ ഒരു വോൾവോൻ്റെ ഒരു ടിപ്പിക്കൽ ഗ്രില്ലിൻ്റെ ഒരു ഏകദേശ തുടക്ക ഭാവം ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. ആമസോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. 1956 മുതൽ 70 കാലഘട്ടങ്ങളിലാണ് ഈ വണ്ടി ഉണ്ടായിരുന്നത്. ആമസോൺ എന്നാണ് ഈ വണ്ടിയുടെ പേര്. പിന്നെ വോൾവോയുടെ ട്രാക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, വോൾവോ കമ്പനിക്ക് ട്രാക്ടർ ഉണ്ട്. ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കിയാൽ PV444 എന്ത് ക്യൂട്ടല്ലേ. ഒരു സ്പോർട്സ് കാറായിട്ട് നിർമ്മിച്ചൊരു വണ്ടിയാണ് ഈ കാണുന്നത്. ഏകദേശം 40,000-ഓളം ഇതുപോലെയുള്ള വണ്ടികൾ വോൾവോ
കമ്പനി വിറ്റിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വോൾവോ 1800S എന്ന് പറയുന്ന ഈ വാഹനം 1961 കമ്പനി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ട്രക്ക് കാണാം. ഇത് ട്രക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം? ഇത് കൂളിംഗ് ട്രക്ക്, അതായത് 1963 ഉണ്ടാക്കിയ കൂളിംഗ് ട്രക്കാണ്. അതൊന്ന് ഓർത്തോണേ. അതായത് നമുക്ക് ഈ തണുത്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫ്രീസറൊക്കെ ഉള്ള ട്രക്കില്ലേ? യെസ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് കൂൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഫ്രീസർ ട്രക്കാണ് ഈ കാണുന്നത്. വോൾവോ കമ്പനിക്ക് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ദൈവമേ, വോൾവോ പെൻ്റെ അക്വാമാറ്റിക് എന്നും പറഞ്ഞുകൊണ്ട് ഇത് കണ്ടില്ലേ? ഇതിൻ്റെ ഈ ബോട്ട് പകുതിയായിട്ട് കീറി മുറിച്ച് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ വെച്ചിരിക്കുകയാണ് ഇവിടെ. നോക്കിയേ, എൻ്റെ ദൈവമേ, ഇതൊക്കെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. അതെനിക്കറിയില്ലായിരുന്നു. ഇതിനകത്ത് കണ്ടില്ലേ, ടോയ്ലറ്റ് വരെ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പ്രൊപ്പല്ലർ പുറത്തേക്കും. സാധാരണ എൻജിൻ അടക്കം വേറെ എന്തോ രീതിയിലൊക്കെയാണ് വെക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻജിൻ ഇത്തരത്തിലുള്ളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സംഭവം കൊള്ളാം. വോൾവോയ്ക്ക് ഇവിടെ ബോട്ടുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടി 1974 വോൾവോ ഉണ്ടാക്കിയ വണ്ടിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹൈലക്സിൻ്റെ ഒക്കെ ഒരു സെയിം പർപ്പസിനുള്ളൊരു വണ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 240 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം, ബാക്കിൽ 2 പേർക്ക് ഇരിക്കാം. പിന്നെ അകത്ത് ഇവിടെ ഇത്രയും വലിയ ഒരു ബൂട്ട് സ്പേസും ഉണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ളൊരു വണ്ടി. പിന്നെ ഇവിടെ നമുക്ക് വോൾവോയുടെ ഒരു ടോയിങ് ട്രക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ കാറുകളൊക്കെ ടോ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വോൾവോയുടെ തന്നെ ഒരു ടോ ട്രക്ക്. എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു റെഡും യെല്ലോവും കൂടെ ഉള്ളൊരു കളർ കൊള്ളാം അല്ലേ? പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നമുക്ക് വോൾവോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു 1954 അവർ നിർമ്മിച്ച ഈ കാണുന്ന വീൽ ലോഡർ. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ വാരിക്കോരി കളയുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതിനും വേണ്ടി ഉപയോഗിച്ച നമ്മൾ JCB പോലത്തെ സാധനം. വോൾവോ FH16 520 ഹോഴ്സ് പവറിൻ്റെ വണ്ടിയാണ് ഈ കാണുന്ന ട്രക്ക്. അതാണ് ഇവിടെ സൈഡിൽ 520 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 1993 ഇവർ ഈ ട്രക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഈ കാണുന്ന ട്രക്ക് നമുക്ക് നാട്ടിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. വോൾവോയുടെ ഒരു കിഡിലൻ ട്രക്കാണിത്. പണ്ട് ഏതൊരു സ്പോർട്സ് റാലിയിൽ പങ്കെടുത്ത ഒരു വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ? ഇത് ഏത് വണ്ടിയാണ്? ഇതും വോൾവോൻ്റെ വണ്ടിയാണ്. ഇതും വോൾവോയുടെ ഒരു പഴയ വണ്ടി കേട്ടോ, ഏതുകൊണ്ട് പോകുന്നത്. ഇൻ കേസ് ഓഫ് എമർജൻസി വരികയാണെങ്കിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഇവിടെ നമുക്ക് ഫയർ ട്രക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വന്നിട്ട് ടോ ചെയ്തുകൊണ്ട് പോകുന്ന സംഭവമാണ്. നമുക്ക് അത്യാവശ്യം ബാഡ് ടെറൈനിൽ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടോ ട്രക്ക്. നമുക്കിവിടെ ഒരു ഫയർ ട്രക്ക് കാണാൻ സാധിക്കും. ഇത് വെഹിക്കിൾ 16 എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇത് എന്താ കളറെന്ന് നോക്കി. 1954 ഈ ഒരു ഫയർ ട്രക്ക് ഇവർ ആക്ച്വലി ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഫയർ ട്രക്കുകൾ അന്നും ഭയങ്കര ലുക്കാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഫയർ ട്രക്കും ഫയർമാനും അതേപോലെ തന്നെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. ഇവർ ഈ ബ്ലിപ്പി കണ്ട് ഫാൻസ് ആവുന്നതാണ് ഈ പിള്ളേർക്കൊക്കെ ഫയർ ട്രക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനൊക്കെ. ഇത് നമ്മുടെ ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കമാൻഡേഴ്സ് അല്ലെങ്കിൽ ഈ ഫയർ എഞ്ചിൻ്റെ പുറത്ത് വേറെ ആളുകൾ പോകുമ്പോൾ അവർക്ക് ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ കമാൻഡേഴ്സിനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പോകുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. അതും വോൾവോ 245DL. ഈ വണ്ടിയൊക്കെ എന്ത് ലുക്കല്ലേ, പഴയ വണ്ടികളാണെങ്കിലും എന്മാതിരി ലുക്ക്, എന്മാതിരി കളറാ. ഇവന്മാരുണ്ടാക്കാത്തതായിട്ട് ഒരു സാധനം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തോന്നടേ ഇത്? ഇത് നമ്മുടെ ഫോർച്യൂണർ പോലത്തെ ഒരു വണ്ടിയാണല്ലോ ഈ കാണുന്നത്. ഇത് XC70 ആണ്. XC70യുടെ ഡിസൈൻ നോക്കിയാൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, ഇത് ഏതൊക്കെ രീതിയിലാണ് ഇവർ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയാൽ. XC70 ഇത് ഇതിൻ്റെ മേളിൽ സർഫ് ബോർഡൊക്കെ കണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ ബീച്ച് പെട്രോളിനും ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള മോഡിഫൈഡ് വാഹനമാണെന്ന് തോന്നുന്നു. അതുതന്നെ ആ ഒരു ബീച്ച് ലൈഫ് ഗാർഡ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സർഫ് റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡിഫൈഡ് XC70 ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ വോൾവോ നിർമ്മിച്ചിരിക്കുന്ന ആംബുലൻസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ശരിക്കും ആംബുലൻസുകൾ എന്ന് പറയുന്നത് അത് ശരിക്കും ഇതുപോലെ കമ്പനികൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആംബുലൻസുകളായിരിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരിക്കലും ബോഡി കെട്ടി എടുത്തു കഴിഞ്ഞാൽ ആംബുലൻസിൻ്റെ ആ ഒരു ബോഡി എത്ര കെട്ടിയാലും നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിയും പ്രശ്നങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യും. ഈ ഒരു ബിൽഡർ തന്നെ ഇതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ആയിട്ടുള്ള അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. ഇത് വോൾവോ V90 എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വെള്ളിമൂങ്ങയും ഒമിനി വണ്ടികളൊക്കെ ആംബുലൻസ് ആയിട്ടൊക്കെ ഓടുന്ന കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ അതിനകത്തെ ഡ്രൈവറും അതിനകത്തെ രോഗിയും എല്ലാം സത്യം പറഞ്ഞാൽ രോഗി ഓൾറെഡി ജീവൻ പണയം വെച്ചായിരിക്കും പോകുന്നത്. അതിനകത്തെ ഡ്രൈവറും ബാക്കിയുള്ള ആൾക്കാരും വരെ എല്ലാവരും ജീവൻ പണയം വെച്ചിട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. പണ്ടത്തെ ഒരു പോലീസിൻ്റെ കാറായി കാണുന്നത് കണ്ടോ.
പോലീസിൻ്റെ വണ്ടി. ഇതുപോലെ തന്നെ കുറേ പോലീസിൻ്റെ വണ്ടികൾ നമുക്കിവിടെ കാണാം. ഇതും ഒരു പോലീസിൻ്റെ പണ്ട് കാലത്തെ വോൾവോയുടെ വണ്ടിയായിരുന്നു, സ്വീഡനിലെ പോലീസ് വണ്ടിയായിരുന്നു. ഇത് XC60. ഇതിപ്പോൾ നമുക്ക് പുറത്ത് കാണാം. ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ പോലീസിൻ്റെ വണ്ടി ഞാൻ കണ്ടായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുന്നത് വോൾവോയുടെ ഈ കാണുന്ന വണ്ടിയാണ് പോലീസ് വണ്ടികളായിട്ട് ഉപയോഗിക്കുന്നത്. അത് വെറുതെ കാറ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതല്ല, അത് ശരിക്കും അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇൻബിൽട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് നോക്കി, ഇതിനകത്ത് മറ്റേ ഓരോ കാര്യങ്ങൾ തുറക്കാൻ പറ്റുമോ? ഇല്ല, തുറക്കാൻ പറ്റില്ല, ലോക്ക്ഡാണ്. അവരുടെ മറ്റേ വയർലെസ് വെക്കുന്നതിനും പിന്നെ അവരുടെ ഡിസ്പ്ലേ വെക്കുന്നതിനും പിന്നെ നമ്മുടെ അതുപോലെയുള്ള പല സംഭവങ്ങൾ വെക്കുന്നതിനും പിന്നെ അവരുടെ ക്യാമറകൾ, സർവൈലൻസ് ക്യാമറകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെക്കുന്നതിനും പിന്നെ പോലീസ് ലൈറ്റ് വെക്കുന്നതിനും അതൊക്കെ കമ്പനി തന്നെയാണ് ശരിക്കും ഡിപ്പാർട്ട്മെൻറ്റിന് നിർമ്മിച്ചു കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ അടക്കം ചെയ്ത് എല്ലാം ചെയ്തിട്ടായിരിക്കും കമ്പനി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്നത്. വോൾവോ കാർസ് ട്രാഫിക് ആക്സിഡൻറ്റ് റിസർച്ച് ടീം. ശരിക്കും ഈ കാണുന്ന ഇതേ രീതി തന്നെയാണ് ഇപ്പം നിലവിലിപ്പം ഇവരുടെ പോലീസ് വാഹനങ്ങൾ ഉള്ളത്. ഞാൻ കണ്ടായിരുന്നു. ഇതെന്തോന്ന് വണ്ടി? ഇത് സ്പോട്ട് എന്നും പറഞ്ഞൊരു വണ്ടി. കൊള്ളാല്ലേ? അവിടെ താഴെ ആളുകളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കണ്ടോ? നോക്കി, ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ വരും കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നോക്കി ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ? നോക്കി, എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ബൊഫേ ആണ് ആക്ച്വലി. നമുക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് റീസണബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫുഡും കൂടെ കഴിക്കാം വോൾവോയിൽ നിന്നും. ഇത് നമ്മുടെ മിറ്റ്സുബിഷി അല്ലല്ലോ, ഏതായിരുന്നു വണ്ടി? ഇത് ഈ വണ്ടി കാണുമ്പോഴത്തേക്കും എനിക്കൊരു വണ്ടി ഓർമ്മ വരുന്നുണ്ട്. ലാൻസർ ആണോ? അതുപോലത്തെ ഏതൊരു വണ്ടിയുടെ ഡിസൈനാണല്ലോ ഇത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു പഴയ XC90 ആണ് ഈ കാണുന്നത്. വോൾവോയുടെ ആദ്യ കാലത്ത് ഇറങ്ങിയ 2002 കാലഘട്ടത്തിൽ ഇറങ്ങിയ XC90 വാഹനം. XC90 ഭയങ്കര ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പക്ഷേ ഭയങ്കര പ്രൈസാണ്. ആ പ്രൈസിന് ആ വണ്ടി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ എടുക്കാത്തതാണ്. XC90 ഇപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ലാർജസ്റ്റ് വെഹിക്കിൾസ് ഓൺ ഇന്ത്യൻ റോഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ സേഫസ്റ്റ് കാർ. അതായത് XC90 ഇടിച്ചിട്ട് അങ്ങനെ അധികം ആരും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ അതാണ് XC90. പുതിയ XC90 അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജിബ്രാൾട്ടർ പാന്നേരം ഓടിച്ചതല്ലേ സുനീർ ഭായിയുടെ വണ്ടി. കിട്ടില്ല വണ്ടിയാണ്. നല്ല കംഫർട്ടബിളായിട്ട് നല്ല കിഡുമായിട്ട് ഡ്രൈവ് ചെയ്യാം. ഭയങ്കര ഡ്രൈവേഴ്സ് കാറാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു കിടിലം വണ്ടി. പക്ഷെ എന്താ കാര്യം, ഇതൊക്കെ നാട്ടിലെത്തുമ്പോൾ കോടികളല്ലേ വില. വല്ല വിദേശത്തായിരുന്നെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് ഓടിക്കുകയായിരുന്നു. ചെറിയ പൈസയല്ലേ ഉള്ളൂ. വോൾവോയുടെ ആദ്യകാലത്തെ ഒരു ട്രക്ക് ഇവിടെ വീണ്ടും വെച്ചിട്ടുണ്ട്. ട്രക്ക് കുറേ ടൈപ്പ് ട്രക്കുകളുണ്ട്, കുറേ ടൈപ്പ് കാറുകളുണ്ട്. 760 GLE എന്നും പറഞ്ഞൊരു മോഡൽ വണ്ടി ഇവിടെ കാണാം. ഈ സംഭവം കണ്ടോ? ഇത് വുമൻസ് കാർ എന്നും പറഞ്ഞുകൊണ്ട് വോൾവോ ഇറക്കിയൊരു കൺസെപ്റ്റ് കാറാണ്. ഇത് ഇറക്കിയിട്ടില്ല, ഇതൊരു കൺസെപ്റ്റ് കാറാണ്. അതായത് ഇവർ പറയുന്നത് ബൈ വുമൻ ഫോർ എവരി വൺ എന്നുള്ളതാണ്. 215 ഹോഴ്സ് പവർ ഉള്ള ഒരു കൺസെപ്റ്റ് കാറാണിത്. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഇതിൻ്റെ ഡോറൊക്കെ എങ്ങനെയാണെന്ന് നോക്കി. ഇത് കണ്ടോ, ഒറ്റ ഡോറേ ഉള്ളൂ. ഇതുകൊണ്ട് ഇവിടെയാണ് ഡോറ് കണ്ടോ, ഇങ്ങനത്തെ സെറ്റപ്പാണ്. ഇതിൻ്റെ ബാക്ക് ഡിസൈനാണ് ഏറ്റവും വലിയ കോമഡി. ഇത് നോക്കി, എന്തൊന്നിടേ ഇത് ബാക്കൊക്കെ കണ്ടില്ലേ? അതിന് ബൂട്ട് കണ്ടോ? ഇത് എങ്ങനെയായിരിക്കും ബൂട്ട് തുറക്കുന്നത്? അപ്പോൾ ഇവിടെ പിടിച്ചായിരിക്കും ബൂട്ട് തുറക്കുന്നത്. എങ്ങനെ ഇതിൻ്റെ പരിപാടി ഞാൻ നോക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇതിനകത്ത് ശരിക്കും ബാക്കിൽ 2 പേർക്ക് 2 കുട്ടികൾക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ 2 ആളുകളിട്ടിന് ഇരിക്കാം, അത്രേ ഉള്ളൂ. മോനെ ഇത് കണ്ട് തീരൂലാട്ടാ. ഇതെന്തോന്നടി ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും ഭയങ്കര ഓത്തായിരുന്നു. എനിക്കിവിടെ വന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിരുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വോൾവോയിലും നമുക്ക് ഇഷ്ടംപോലെ മലയാളികൾ വർക്ക് ചെയ്യുന്നവരുണ്ട്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വോൾവോയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇവിടെ വരികയാണെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇവിടെ വരുന്നതായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഹീസ് കേൾക്കാം, പുള്ളി അവിടെ താഴെന്തുകൊണ്ട്. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഇവിടെ നമുക്ക് ഈ സംഭവം കണ്ടോ, ഇത് നമുക്ക് ഡിഗ് ചെയ്യാം. അതായത് നമുക്കിവിടെ ഈ സാധനം നമുക്ക് ഡിഗ് ചെയ്ത് കളിക്കാം. അതായത് ഈ കാണുന്ന ബോൾസ് നമുക്ക് ഡിഗ് ചെയ്തെടുത്ത് കളിക്കാവുന്ന പരിപാടിയാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ആൾക്കാർ അതുപയോഗിച്ച് ഈ മണ്ണുമാന്തി യന്ത്രം കണ്ടില്ലേ, നമ്മുടെ മണ്ണുമാന്തി യന്ത്രം, അതിൽ നമുക്ക് ഈ ബോൾ മാന്തി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇടാം. അതിൻ്റെ പരിപാടികളാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടോ, ഒരു കുഞ്ഞു വാതിനെയും കൊണ്ട് ഒരു ആളകത്ത് കയറിയിരുന്ന് ചെയ്യുന്നത് കണ്ടില്ലേ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ ഇതൊക്കെ. കൊള്ളാമല്ലേ, നമുക്കും ചെയ്താലോ? നോക്കട്ടെ, ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഞാനിത് ഡിഗ് ചെയ്യാൻ പോവാണ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഡിഗ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലേ എങ്ങനെയാണ് പരിപാടി എന്നുള്ളത്. താഴെ ആൾക്കാരിന്ന് ഫുഡ് കഴിക്കുന്നു. കൊള്ളാമല്ലേ, എത്ര അച്ചടക്കത്തോടെ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് നോക്കിയാൽ അവിടെ. ഞാൻ അതിനകത്ത് വന്ന് കയറിയിരുന്നു. ഇതിനും ഉണ്ടടി മറ്റേ സാധനം, ഏത് മറ്റേ ചാടി കളിക്കുന്ന മറ്റേ സസ്പെൻഷൻ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവർ വന്ന് ഇൻസ്ട്രക്ഷൻ തരും. ഹായ്, അവർ വന്നു ഫസ്റ്റ് തന്നെ സീറ്റ് ബെൽറ്റ് ഇടിച്ചു.
അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഇത് ഓൺ ഓഫ് ബട്ടണും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് AC ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വീഡനിൽ ഇവിടെ അങ്ങ് AC ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് AC ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല സാധനത്തിനകത്ത് AC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കൺട്രോൾ. ഇത് മറ്റേ വണ്ടി മുന്നോട്ടും പുറമോട്ടും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സാധനമാണ്. അപ്പോൾ അത് തൽക്കാലം ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇതിങ്ങനെ പൊങ്ങുന്നുണ്ടോ, ഇതിങ്ങനെ പൊങ്ങുന്നു, ഇത് താഴ്ന്നു കണ്ടോ. അപ്പം ഞാനിത് കളയാൻ പോവാം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വലത്തോട്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്കിനും അത് താഴെ കളയുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കളയാൻ കണ്ടോ. അപ്പോൾ അതൊക്കെ കളയാൻ കണ്ടോ. ഇത് ഞാൻ കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി ഞാനിതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ പതുക്കെ ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ താഴ്ന്നുണ്ടോ, അവിടെ താഴ്ന്നു ഞാനവിടെ താത്തി വെച്ചു. എന്നിട്ട് ഞാനിത് പൊക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് പിടിക്കുമ്പോഴത്തേക്കിനും കാരണം എത്ര സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പറേറ്റിംഗ് ഇതിൻ്റെ പഠിച്ചതെന്ന് നോക്കി. എന്നിട്ട് ഞാനിതിങ്ങനെ പൊക്കുന്നു കണ്ടോ, പൊക്കിയിട്ട് ഞാൻ വലത്തോട്ട് കൊണ്ടുപോകുന്നു. വലത്തോട്ടല്ല, ഇത് വലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതാ ഞെക്കേണ്ടത്. അതായത് ഈ വണ്ടി ഇത് കണ്ടോ, ഈ വാഹനം വലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ടൊക്കെ തിരിക്കാം കണ്ടോ, അങ്ങോട്ടൊക്കെ തിരിക്കുന്നത് കണ്ടോ. ഇങ്ങോട്ട് മാറ്റി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോയി ഇടണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഇത് വലത്തോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കിനും എന്തേ സാധനം അവിടെ കൊണ്ടിട്ട് കണ്ടോ. അത്ര ഉള്ള പരിപാടി. അങ്ങനെ സുജിത്ത് ഭക്തൻ ഇവിടെ വന്നിട്ട് എന്താ പറയാ, ക്രെയിനോ ഇതിന് പറയുന്നത്, ഇതിന് ക്രെയിൻ എന്നാണോ പറയുന്നത്? നമ്മുടെ നാട്ടിൽ നമുക്ക് JCB എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇത് പക്ഷേ ഇതിന്റെ കറക്റ്റുള്ള പേരെന്താണ്? മണ്ണ് മാന്തി യന്ത്രത്തിന്റെ ഇതായിട്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും കോരിക്കൊണ്ടിരിക്കട്ടെ. കൊള്ളാട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലേ ഇവിടെ വന്നിട്ട്? നമ്മളിപ്പോ കൊടുക്കുന്ന പൈസക്ക് ഇത്രയും സംഭവങ്ങൾ ഇവർ തരുന്നില്ലേ? ഇല്ലേ? കൊള്ളാട്ടോ പരിപാടി. ഇത് ഭയങ്കര ഫണ്ണാട്ടോ. എല്ലാവർക്കും ഒരു 2-3 മിനിറ്റ് സമയം വെച്ച് കിട്ടും. അടിപൊളിയാട്ടോ പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വീണ്ടും കുറെ സംഭവമുണ്ട്. ഹൗ എയറോഡൈനാമിക് ഈസ് യുവർ ഫേസ് എന്ന്. അതായത് ഇതിനകത്ത് കയറിയിട്ട് ഊതാനൊക്കെയാ പറയുന്നത്. എൻ്റെ പരിപാടി റെഡി ടു ഗെറ്റ് ബ്ലോൺ അവേ. അത് ശരി. നമ്മൾ കാറ്റ്, ഡോർ ഈസ് ക്ലോസ്ഡ്, യൂസ് സേഫ്റ്റി ഗ്ലാസസോ. സേഫ്റ്റി ഗ്ലാസ് എവിടെ സേഫ്റ്റി ഗ്ലാസ്? അതേ ഇരിക്കുന്നു സേഫ്റ്റി ഗ്ലാസ് വെച്ചു. പ്ലേസ് യുവർ ഫീറ്റ് ഓൺ ദ മാർക്ക്. ഓൾ സെറ്റ്. Ready to get blown away in 5. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നോക്കി. ഇനി എന്താ സംഭവിക്കുന്നത്? എന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ സാധനം താഴെ വന്നിട്ട് എന്റെ മുഖത്തേക്ക് ഊതി. അതാണ് ഇവിടെ സംഭവിച്ചത് കണ്ട. ശരിക്കും വലിയൊരു ഫാനായിട്ട് അതിനകത്ത് വെച്ചേക്കുന്നത്. എന്തൊക്കെ പരിപാടികളല്ലേ. ഗെറ്റ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് എ വോൾവോ ഡിസൈനർ. ഇതിനകത്ത് കയറി പോവാം അല്ലേ? ഇതിനകത്ത് കയറിയിട്ട് തന്നെ ഇതെന്നാ പരിപാടി? വോൾവോ ഡിസൈനറിന്റെ മൈൻഡിലേക്ക് പോകാമെന്നാ പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡിസൈനിങ് ആണല്ലോ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പരിപാടികൾ ഇങ്ങനെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിസൺ ടു ദ സൗണ്ട്സ് ഓഫ് നേച്ചർ. നമുക്ക് പ്രകൃതിയുടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കാം എന്നൊക്കെയാണ് പറയുന്നത്. കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ സാധനം എടുത്ത് ചെവി വെച്ചിട്ട് നെക്കിയാൽ മതി. നമുക്കിവിടെ ഈ ഒരു പ്രകൃതിയുടെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാം. അപ്പം മ്യൂസിയത്തിലെ എക്സിബിഷൻ പാർട്ട് കണ്ടിട്ട് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഇവരുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഫുഡ് എന്താണെന്ന് സംഭവം അറിയില്ല. പിന്നെ ഫുഡ് ഡ്രിങ്ക്സ് 149, അതായത് ഏകദേശം 1250 രൂപയാണ് ഒരു ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ റേറ്റ്. പിന്നെ ഇവിടെ നമുക്ക് വോൾവോയുടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് വോൾവോയുടെ കുറേ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം. ഇവരുടെ കുറേ ബുക്സ്, പിന്നെ ഇവരുടെ കുറേ സുവനീറുകൾ, പിന്നെ ലെഗോ ബ്ലോക്കുകൾ, പിന്നെ ഇതുപോലെയുള്ള സ്കെയിൽ മോഡലുകൾ, അങ്ങനെയുള്ള പല സംഭവങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെയുള്ള പല പരിപാടികൾ. ടീഷർട്ടുകൾ, ജാക്കറ്റുകൾ, വോൾവോയുടെ ജാക്കറ്റുകൾ, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കൂ. XC90 അങ്ങനെ പല കാറുകളുടെ സ്കെയിൽ മോഡലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവർ ബ്രാൻഡ് ചെയ്ത് വാച്ചുകൾ വരെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് മറ്റേ വോൾവോൻ്റെ ഒരു സുവനീർ വാങ്ങിച്ചു. പഴയ നമ്മുടെ ഫസ്റ്റ് ബസ്സില്ലേ, ആ ബസ്സിൻ്റെ ഇതുള്ള സുവനീർ, മാഗ്നറ്റ്. ഞാൻ തിരിച്ച് വന്ന് ലോക്കറിൽ നിന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ വോൾവോ മ്യൂസിയം എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. ഇവിടെ എന്നെ കാത്തൊരു ചേട്ടൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. സനൂജ് അല്ലേ? സനൂജ് ഇവിടെ വർക്ക് ചെയ്യാണ്. എവിടെ വർക്ക് ചെയ്യുന്നേ? ഏതാ? ഓക്കെ. സ്വീഡിഷ് കമ്പനിയാണ്. അവർ എന്ത് കമ്പനി അത്? റോബോട്ടിക് ലോൺ മൂവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അത് ശരി. ഓക്കെ.
വിളിച്ചു. പുള്ളി അപ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഒന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു എന്ന് പറഞ്ഞു. വേറൊരു ചേട്ടൻ കൂടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ആ ചേട്ടനാണ് വോൾവോയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്താ പാർക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ ഫൈൻ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇത് മൈത്തായി എന്ന് പറയുന്നത് എന്താ സംഭവം? ഇത് തായ് റെസ്റ്റോറൻറ്റ് വല്ലതാണോ? അല്ലല്ലോ, അറിയില്ല. ഇവിടെ ഏതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു. തായ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പോൾ തായ് ഫുഡ് ഓർഡർ ചെയ്തു. ഇത് മറ്റേ ഗ്രീൻ കറി വിത്ത് റൈസ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഫാസ്റ്റിംഗ് ആണ്. അതെനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേര് സനൂജ് എന്നല്ലേ? ഞാൻ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ പേര് കേട്ടാൽ അദ്ദേഹം ഫാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോകാം എന്ന് പറഞ്ഞത്. ഇല്ല, ഒരിക്കലും ഞാൻ ചോദിക്കില്ലായിരുന്നു ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളോട്. ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. എൻ്റെ പുറകിൽ ഇവിടെ നിങ്ങൾക്ക് വോൾവോയുടെ കുറേ കാറുകൾ ടാക്സി ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും വോൾവോയും ബെൻസും അങ്ങനെ പല വണ്ടികൾ ഇങ്ങനെ ടാക്സി ആയിട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾവോയുടെ നാളായതുകൊണ്ടല്ല. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വണ്ടികൾ ലീസിനെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഓണർഷിപ്പിൻ്റെ കാര്യമോ റീസെയിൽ വാല്യൂ മെയിൻ്റനൻസോ ഒന്നും നോക്കണ്ട. നമ്മൾ വണ്ടി ലീസിനെടുത്തിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഓപ്ഷൻ സിസ്റ്റം പോലെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് കാണുന്നത്. ഇനി വോൾവോ മ്യൂസിയത്തിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ പറയാനായിട്ട് വിട്ടുപോയ വേറൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഇവിടെ വോൾവോ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ടൂറിസം പരിപാടി ഇവർ ബേസിക്കലി ഉണ്ട്. അതായത് ഓവർസീസ് ഡെലിവറി എന്ന് പറയുന്ന ഒരു ടൂറിസം സൗകര്യമാണ് അവരിവിടെ ചെയ്യുന്നത്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു വോൾവോയുടെ കാറ് ബുക്ക് ചെയ്യാം. നിങ്ങൾ ബുക്ക് ചെയ്ത കാറ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് അത് ഡെലിവറി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്വീഡനിലേക്ക് വരാം. സ്വീഡനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളെ എയർപോർട്ടിൽ നിന്നും വോൾവോ കാറിൽ ഇവർ സ്വീകരിച്ചു കൊണ്ടുപോയി നമ്മളെ വെൽക്കം ചെയ്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ പോയ ആ ഒരു വേൾഡ് ഓഫ് വോൾവോയുടെ അവിടെ വെച്ചിട്ട് അവർ നമുക്ക് വാഹനം ഡെലിവറി തരുന്നു. ഡെലിവറി തന്നതിന് ശേഷം എന്താ ചെയ്യുക, നമുക്ക് ആ വാഹനം സ്വീഡനിലോ യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏതാനും ദിവസങ്ങൾ, എത്രയോ ദിവസം, എനിക്കൊന്ന് 1-2 ആഴ്ചയാണെന്ന് തോന്നുന്നു, ആ 1-2 ആഴ്ച നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ നിന്ന് ഡെലിവറി എടുത്തിട്ട് ഓടിച്ച് നടക്കാനുള്ള ഒരു അവസരം അത് ഇവർ തരുന്നുണ്ട്. ആ ഓടിച്ച് നടക്കാൻ വേണ്ടിയുള്ള ടെമ്പററി പെർമിറ്റും ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇവർ റെഡിയാക്കി തരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓടിച്ച് നടന്നതിന് ശേഷം ഈ വണ്ടി നമുക്ക് അവർ ഇവിടെ നിന്നും കപ്പലിൽ കയറ്റി എത്തിച്ചു തരുന്ന ഒരു ടൂറിസം പരിപാടി വോൾവോ കമ്പനി ഇവിടെ നടത്തുന്നുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ടൂറിസം അമേരിക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, നമുക്കൊന്നുമില്ല, വേറെ ഒരു രാജ്യക്കാർക്കും കിട്ടില്ല. അമേരിക്കൻ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ സൗകര്യം വോൾവോ കമ്പനി കൊടുക്കുന്നുള്ളൂ. അത് അവരുടെ ഒരു ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മൾ വോൾവോ കമ്പനിയുടെ കാറ് വാങ്ങുന്നു, എന്നിട്ട് നമ്മൾ ആ കമ്പനിയുടെ കാറ് ഡെലിവറി എടുക്കുന്നതിന് വേണ്ടി വോൾവോയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോകുന്നു. അതിനിടയ്ക്ക് നമ്മൾ വോൾവോ കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമുക്ക് ടൂറും തരും, അതും ഇൻക്ലൂഡഡ് ആണ്. ശരിക്കും നമ്മളിന്ന് പോയ പോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വോൾവോയുടെ പ്രൊഡക്ഷൻ ഫാക്ടറിക്ക് അകത്ത് കയറി ടൂർ ഉണ്ടായിരുന്നു, കാണാമായിരുന്നു. പക്ഷേ ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അത് അവൈലബിൾ ആയിരുന്നില്ല. 2 ദിവസത്തിന് ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കാറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറ് നിർമ്മിക്കുന്ന കമ്പനി പോയി കണ്ട് അവിടെ പോയി താമസിച്ച് അവരുടെ രാജ്യം മൊത്തം എക്സ്പ്ലോർ ചെയ്ത് സ്വന്തം വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഡെലിവറി എടുത്ത് ആ വണ്ടി അവരെ നമുക്ക് കപ്പലിൽ കയറ്റി കൊണ്ട് തരുന്നൊരു കൺസെപ്റ്റ് അമേരിക്കക്കാർക്ക് മാത്രമുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്കില്ല, നമുക്കാർക്കും ഇല്ല, വേറെ ആർക്കും ഇല്ല അത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഇനിഷ്യേറ്റീവായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങി. ഈ ഗോത്തൻബർഗ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു അത്യാവശ്യം നല്ല വലിയൊരു സിറ്റിയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ വോൾവോ, പിന്നെ ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞത്? ബാരിങ്സിൻ്റെ കുറച്ച് ഇൻഡസ്ട്രിയൽ ഹബ്ബാണല്ലേ? ഓക്കെ, അങ്ങനെ കുറേ കമ്പനികളൊക്കെ ഉണ്ട്. ധാരാളം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരും മറ്റ് പല ആളുകളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി 50 കിലോമീറ്റർ ദൂരെ നിന്നാണ് വന്നത്. ഇവിടെ വരെ വണ്ടി ഓടിച്ച് ഭയങ്കര സന്തോഷം. ചേട്ടൻ വന്നതിൽ സന്തോഷം. കാണാം. ഇവിടുത്തെ ഒരു പഴയ ട്രാം നോക്കി, അത് ഒരു ലേഡിയാണ് ആ ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുന്നത്. ഇത് പോകുമ്പോഴത്തേക്കിനും ഫുള്ള് ശബ്ദമൊക്കെ കേൾപ്പിച്ച് എനിക്ക് റോഡിലൂടെ ഈ ട്രാം ഇങ്ങനെ പോകുന്ന കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു റെട്രോ ലുക്കുള്ളൊരു ട്രാം. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നേ. എൻ്റെ ട്രെയിൻ ഇനി ഒരു അരമണിക്കൂർ സമയമുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോയത്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി, അല്ല ബാഗ് വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് കളക്ട് ലഗേജ് എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അതിനകത്ത് അടിച്ചു കൊടുക്കുക. ഇനിയും കൊടുക്കണമെന്ന്. എത്ര കൊടുക്കണ്ടേ? 207 KR. നല്ല കൊല്ലണ പൈസ ബാഗ് വെക്കുന്നതിന്.
ഇവന്മാരുടെ റേറ്റ് കണ്ടോ, 24 മണിക്കൂറിന് 299 KR ആണ് ഇവരുടെ റേറ്റ് എന്ന് പറയുമ്പോൾ. 299 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര രൂപയായി? ഒരു 12,500 രൂപ ആയില്ലേ? അതെ. എനിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ചതിന് 2000 രൂപയായി. 3 മണിക്കൂർ വെച്ചതിന് 270 KR ആയി. അതായത് ഇവിടെ 3 മണിക്കൂർ ബാഗ് വെച്ചാലും 24 മണിക്കൂർ ബാഗ് വെച്ചാലും ഒരേ റേറ്റാണ്. അത് കൊല്ലണ റേറ്റ് ആയിപ്പോയി. നമ്മുടെ കപ്പലിൽ പോലും 4 യൂറോ 5 യൂറോ ഒക്കെയാണ് ബാഗ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു ബാഗ് വെക്കുന്നതിന് ഒരു ഹോട്ടൽ റൂമിൻ്റെ കാശ് വാങ്ങിക്കാന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മാതിരി മറ്റടുത്ത പരിപാടിയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് അൽമുൾട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കൽമർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന ഇത് ഫസ്റ്റ് ക്ലാസ് ആണല്ലേ? യെസ്. അപ്പോൾ ഈ കാണുന്ന ഒരു പഴയ ട്രെയിനിലാണ് ഞാൻ പോകാൻ പോകുന്നത്. നമ്മൾ ഈ നോർത്ത് കൊറിയ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള ഡിസൈനിലുള്ള കുറേ ട്രെയിനുകളുടെയൊക്കെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഇതുപോലത്തെ പഴയ ട്രെയിനുകൾ ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു. ഇത് SJ എന്ന് പറഞ്ഞ ഈ SJ എന്ന് പറയുന്നത് ഇവരുടെ കമ്പനി തന്നെയാണോ? ആണോ? ഗവൺമെൻറ്റിൻ്റെ തന്നെ അല്ല? എല്ലാം പ്രൈവറ്റൈസ്ഡ് ആണോ? എല്ലാം പ്രൈവറ്റൈസ്ഡ് അല്ലേ? SJ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇതാണെന്ന് തോന്നുന്നു. ഞാൻ ബാഗ് കൊണ്ട് അകത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്നാ പരിപാടി എന്നുള്ളത്. ഇതെല്ലാം സെക്കൻഡ് ക്ലാസ് തന്നെ ആയിരിക്കും. ലെറ്റ്സ് സീ. ആ പഴയ ട്രെയിനാണ്. എനിക്ക് ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ പുറത്തൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫുള്ള് ഇന്ത്യക്ക് ഇങ്ങനെ തന്നെ. സന്തോഷം, വന്നതിലും വളരെ സന്തോഷം. കുറച്ച് സമയങ്ങൾ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ബൈ. നീ വരുമ്പോൾ ശരിക്കും കാണാം. ഇതിപ്പോൾ ലാസ്റ്റ് ടൈം ആയിപ്പോയി ഞാനും വിളിച്ചത്. ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ല, ഈ ഒരു വീഡിയോയും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതെ. അപ്പോൾ എന്തായാലും ശരി, ബൈ. ഈ ട്രെയിൻ കണ്ടിട്ട് ഞാനിത് ശരിക്കും പറയുന്നത് ഇതിനകത്തൊക്കെ മൂട്ട ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഈ സീറ്റിലൊക്കെ അത്ര പഴയ ട്രെയിനാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഇത്രയും പഴയ ട്രെയിനുകൾ കാണുന്നത്. നമ്മളീ പോകുന്നതേ ഇവിടുന്ന് കൽമർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് കൽമർ എന്ന് പറയുന്നത് ഈ ഗോത്തൻബർഗ് എന്ന് ശരിക്കും, അതായത് ഈ രാജ്യത്തിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തോട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, മാപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ സീ സൈഡിൽ നിന്ന് അപ്പുറത്തെ സീ സൈഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതിൽ ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ ഇറങ്ങും, ഈ റെഡ് കാണുന്ന സ്ഥലത്ത്. ഈ ട്രെയിൻ കൊള്ളാം കേട്ടോ സംഭവം. ഇത് ശരിക്കും ഇതിൻ്റെ ലോക്കോയും ഇതിൻ്റെ കോച്ചും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇതുവരെ കണ്ടതുപോലൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ട്രെയിൻസ് ഞാനിങ്ങനെ ട്രാക്കിലൂടെ ഓടുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇത് ഇപ്പോൾ കയറാൻ പറ്റി. ഇത് പഴയ ഒരു റെട്രോ ഫീലുള്ള ഒരു ലോക്കോ, പിന്നെ അതേപോലെ തന്നെ കോച്ചുകളും എല്ലാ സംഭവങ്ങളൊക്കെ ആയിട്ട് ആസിയ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 4 മണിക്കൂർ പോകാൻ വേണ്ടി ഇവിടെ നിന്ന് വിടുന്ന ട്രെയിനാണ്. കണ്ടില്ലേ, പഴയ ഒരു സോവിയറ്റ് ട്രെയിനിൻ്റെ ഒരു ലുക്കൊക്കെ ഇല്ലേ കാണാനായിട്ട്? ഇല്ലേ, ഓരോ പ്രൈവറ്റ് കമ്പനികളാണ്. അതുകൊണ്ട് അതൊക്കെ ഭയങ്കര ലുക്ക്. അതിനകത്ത് ഇരിക്കാനും കംഫർട്ടബിളാണ്. ഇത് ഇരിക്കാൻ കംഫർട്ടബിൾ അല്ലായ്മയൊന്നുമില്ല, പക്ഷേ എന്നാലും സംഭവം ഇത് പഴയ ട്രെയിനിൻ്റെ ഒരു ഇതുണ്ട്. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നതല്ലേ? അൽമുൾട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഈ അൽമുൾട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഐക്യയുടെ ആസ്ഥാനം. അതായത് നമ്മുടെ ഐക്യ ആരംഭിച്ചത് അൽമുൾട്ടിലാണ്. അവിടെ ഐക്യ ഹോട്ടലുണ്ട്. ലോകത്താകെ ഒരൊറ്റ ഐക്യ ഹോട്ടലേ ഉള്ളൂ, അത് അവിടെ ഉണ്ട്. അവിടെയാണ് ഞാൻ ഇന്ന് പോയി താമസിക്കാൻ പോകുന്നത്. പിന്നെ ഐക്യ മ്യൂസിയം, വേൾഡിലെ ഫസ്റ്റ് ഐക്യ, അതൊരു മ്യൂസിയമായിട്ട് അവർ മാറ്റി. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇത് ഇവരുടെ ഫാസ്റ്റ് ട്രെയിൻ, മറ്റേ നമ്മൾ വഴി കിടന്ന ട്രെയിൻ. നമ്മൾ വോൾവോയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആ ചേട്ടൻ വരുന്നുണ്ട് എന്നെ കാണാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ. പുള്ളി ഫാമിലി ആയിട്ടാണല്ലോ വരുന്നത്. ഹായ്, എൻ്റെ ബാഗ് ഇവിടെ അകത്തിരിക്കുന്നു, അതായത് ഞാൻ പിന്നെ അങ്ങോട്ട് വരാൻ. നമസ്കാരം. ഹായ്. ഹായ്, നമസ്കാരം. ഹലോ. എന്താ പേരെന്താ? എന്താ? സുഭക്തനാണോ? നിന്റെ പേരെന്തുവാ? മോൻ്റെ പേരെന്തുവാ? അദ്വികോ. എൻ്റെ പേരെന്തുവാ? സ്വീത് ഭക്തനാണോ? ആളാം എടുക്ക. ശരി. ആ, എൻ്റെ ഋഷി അറിയോ? ഋഷിയോട് ഹായ് പറഞ്ഞോ. ഹായ് പറ ഋഷിയോട്. ആ, നിങ്ങൾ വോൾവോയിൽ വർക്ക് ചെയ്യാ? അത് ശരി, ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നിങ്ങൾ കാണാൻ വന്നതിൽ വളരെ സന്തോഷം. ഞാൻ ആക്ച്വലി ഇത്ര നേരം വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, വേറെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ജസ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേയുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഇവിടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്, എന്നാൽ പിന്നെ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ അൽമുൾട്ട്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ കമ്മിങ്. ശരി. അയ്യോ, അവർ ആക്ച്വലി ഞാൻ വന്നപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം എനിക്കൊന്ന് അവരുടെ മോൻ സ്കൂളിലും പിന്നെ പുള്ളി ജോലിയിലൊക്കെ ആയിരുന്നു. സോ അപ്പോൾ അവരെന്നെ കാണാൻ വേണ്ടി വന്നു. ഇവിടെ ഞങ്ങൾ കണ്ടു, കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു. അപ്പോൾ അവരും പോയി. എന്തായാലും നമ്മൾ എവിടെ പോയാലും, ഏത് സ്ഥലത്ത് പോയാലും, ഏത് രാജ്യത്ത് പോയാലും, ഏത് രാജ്യത്തിൽ ഏത് ടൗണിൽ പോയാലും അവിടെ എല്ലാം മലയാളികളുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയ കാര്യം തന്നെയല്ലേ?
അങ്ങനെ നമ്മൾ ഗോത്തൻബർഗിൽ നിന്നും വണ്ടി വിട്ടു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി അൽമുൽത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ സ്വീഡനിൽ വന്നിട്ട് നമ്മൾ സ്കാനിയയുടെ സ്ഥലത്ത് പോയി, വോൾവോൻ്റെ സ്ഥലത്ത് പോയി, നമ്മളിനി ഐക്യയുടെ സ്ഥലത്ത് പോകാൻ പോവാം. പിന്നല്ല, ഇവിടെ നിന്ന് ഇത് 2 ട്രെയിൻ കയറി പോകണം ഗൈസ്. ഇവിടെ നിന്ന് 2 ട്രെയിൻ കയറണം. ഈ ട്രെയിൻ 2.5 മണിക്കൂർ യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്ന് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും 1/2 മണിക്കൂർ യാത്രയുണ്ട്. എന്നാലും നമ്മൾ അൽമുൽത്ത് എത്തുള്ളൂ. ഈ ട്രെയിനിൻ്റെ ഗ്ലാസ് എല്ലാം ഡർട്ടിയാണ് ഗൈസ്. എനിക്ക് കൊണ്ടൊന്നും കാണാനില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇനി ഇരുട്ടും. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പുറത്തൊന്നും കാണാനുമില്ല. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു ഫാസ്റ്റ് ട്രെയിൻ അല്ല. ഇത് വളരെ പതുക്കെയാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ട്രെയിനില്ലേ, ആ ട്രെയിൻ പോകുന്ന പോലെ തന്നെ വളരെ പതുക്കെയാണ് പോകുന്നത്. വലിയ തിരക്കും ബഹളമൊന്നുമില്ല ഈ ട്രെയിനിൽ. ഇതുവരെ ഈ കോച്ചിൽ തന്നെ ഇപ്പോൾ ഞാനും 1-2 പേര് മാത്രമേ ഉള്ളൂ. വേറെ ആളും പേരൊന്നുമില്ല. കൽമർ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ട്രെയിനിൽ. കൽമർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ. അത് നമ്മൾ തുറക്കണോ അത് തുറക്കുമോ? യെസ്. വലിയ തിരക്കാണല്ലോ ഇവിടെ. ഇത് അത്യാവശ്യം നല്ല വലിയ സ്റ്റേഷനാട്ടോ. ഈ ക്ലച്ച് എറിഞ്ഞ പോലത്തെ ഒരു മണം ഇവിടെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും. വലിയ സ്റ്റേഷൻ എന്ന് പറയുന്നത് വലിയ സ്ഥലമാണോ അൽദസ്താൻ എന്ന് പറയുന്നത്? എന്താണെന്നറിയില്ല. എന്തായാലും ഈ ലോക്കമാണ് നമ്മുടെ വണ്ടി ഇത്ര നേരം വലിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്തായാലും വോൾവോ മ്യൂസിയവും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വോൾവോ കാഴ്ചകളും ഒക്കെ കുറച്ചെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇവിടെ സ്വീഡനിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വോൾവോയുടെ മ്യൂസിയവും സ്കാനിയയുടെ മ്യൂസിയം ഒക്കെ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിനതൊരു ത്രില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്വീഡനിലെ തന്നെ ഐക്യയുടെ വിശേഷങ്ങൾ കാണാം. ഐക്യ ഹോട്ടലിലാണ് ഞാൻ ഇനി പോയി താമസിക്കാൻ പോകുന്നത്. അവിടെ ഐക്യ ഹോട്ടലുണ്ട്, ലോകത്തിലെ ആദ്യത്തെ ഐക്യയുണ്ട്, ഐക്യ മ്യൂസിയം ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. സീ യു ദെൻ ടുമോറോ. അതുവരേക്കും ബൈ ബൈ.